ലൊക്കേഷനിൽ ജഗദീഷേട്ടൻ ആദ്യം വന്നാൽ അന്വേഷിക്കുക അശോകേട്ടൻ വന്നോ ചോദിക്കുക, അശോകൻ വന്നോ ചോദിക്കും ആദ്യം. അശോകേട്ടൻ വന്നാൽ ആദ്യം ചോദിക്കുക ജഗദീഷ് വന്നു ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവര് നമ്മൾ സ്നേഹിക്കാനുള്ള പരിപാടിയാണ്. സ്നേഹിക്കാൻ വേണ്ടിട്ട് ആദ്യമായിട്ട് സ്നേഹമൊക്കെ തുടങ്ങി, പിന്നെ തർക്കങ്ങളായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരാളുണ്ട്, അത് മനോജ് കേക്ക്. മനോജ് സൂത്രധാരൻ ഇയാളാണ്. അഥവാ ഒന്ന് ഡൗൺ ചെയ്യുന്ന ഒന്ന് കത്തിച്ചു കൊടുക്കും ഏത് മനോജേട്ടൻ. അപ്പൊ വീണ്ടും അപ്പോ സെറ്റ് എങ്ങനെയായിരിക്കും ഇമാജിൻ ചെയ്യാം. അതെ അതെ. അപ്പൊ നമ്മള് ആ സമയത്തൊക്കെ നമ്മൾ ഇത് ആസ്വദിക്കുകയാണ് കാര്യം, മനസ്സിലായില്ലേ? അപ്പൊ ആ കഥകളൊക്കെ ഞാൻ വൈകുന്നേരം വന്നിട്ട് ഇവരുടെ തട്ടിവിടും. നമ്മൾ നോക്കുമ്പോ നമ്മള് മുന്നേ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ ഇവരെല്ലാരും അഭിനയിച്ചേ. അപ്പൊ വാർദ്ധക്യപുരാണ് എനിക്ക് ഓർമ്മയുള്ള സിനിമ, മനോജ് ചേട്ടനും സുധീഷ് ചേട്ടനും ഒരുമിച്ചുള്ള. അതേപോലെ ജഗദീഷ് ചേട്ടൻ ഇവരുടെയൊക്കെ സിനിമകൾ കാണുമ്പോൾ ആ സിനിമയുടെ പുറകിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം അത് അത്രയും ഓൺ എന്ന് പറയും നമ്മള് ന്യൂ ജനറേഷൻ ഭാഷയിൽ എങ്ങനെയാണല്ലോ പറയുക, ഓണായിരിക്കുക എന്നതല്ലേ. അല്ലാതെ ഒരു സെക്കൻഡ് പോലും ഒരു മൂഡ് ഓഫ് ആയിട്ട് മാറിയിരിക്കുന്നത് അങ്ങനത്തെ ഒന്നും ഇവർക്കില്ല. അവര് മൂഡ് ഓഫ് ആണെങ്കിലും അവരത് വേറെ രീതിയിൽ അവർ ജീവിതത്തിൽ അഭിനയിക്കുകയാണ് തോന്നിയിട്ടുണ്ട് എനിക്ക്.